Let us see what it means by comparative income statement. Comparative income statement shows the operating results for 2 periods. And also it shows the amount as well as percentage increase or decrease in the operating profit. Okay. That means it shows the relationship between sales and cost of goods sold and its effect on profit. So when the comparative income statement takes the data relating to 2 periods and it shows the increase or decrease in the items in terms of rupees and percentages. Here you are given a problem: net sales for 2 years, cost of goods sold, operating expenses, selling expenses. How will you prepare? So comparative income statement for the year ended 31st December 2018, 2019. A particular column, then 2018, 2019. Amount of decrease or increase, percentage of increase or decrease. Okay. മറ്റേതുപോലെ തന്നെ എമൗണ്ട് ആൻഡ് പെർസെൻറ്റേജ് ഫോർമാറ്റിൽ ആദ്യം കൊടുത്തു നെറ്റ് സെയിൽസ്. സോ 350 420 ഇൻക്രീസ് ആണെങ്കിൽ ഇവിടെ ഇൻക്രീസ് ആണ്, നമ്മൾ പ്ലസ് ഇട്ടു 70. അങ്ങനെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്ന 70 ഡിവൈഡ് ബൈ 350 ഇൻറ്റു 100. എത്ര പെർസെൻറ്റ് ഇൻക്രീസ് ഉണ്ടായി? 20%. 2 ലെസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് വീണ്ടും നമ്മൾ എടുക്കുന്നു 240 300. എത്ര ഇൻക്രീസ്? 60. പെർസെൻറ്റേജ് 60 ഡിവൈഡ് ബൈ 240 ഇൻറ്റു 100. എത്ര പെർസെൻറ്റേജ് കൂടി? 25%. ദെൻ നമ്മൾ കുറയ്ക്കുന്നു. അപ്പോൾ സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈസ് ഈക്വൽ ടു ഗ്രോസ് പ്രോഫിറ്റ്. സോ ഗ്രോസ് പ്രോഫിറ്റ് 110 120. എത്ര രൂപ കൂടി? 10 രൂപ കൂടി, 10 lakhs കൂടി. ദെൻ പെർസെൻറ്റേജ് 10 ബൈ 110 ഇൻറ്റു 100. പെർസെൻറ്റേജ് 9.1. ഓക്കെ. അടുത്തത് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് കോളൻ താഴെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് 30 36. എത്ര കൂടി? 6 കൂടി. സോ പെർസെൻറ്റേജ് 20%. ദെൻ സെല്ലിംഗ് എക്സ്പെൻസ് 20 30. എത്ര കൂടി? 10 കൂടി. പെർസെൻറ്റേജ് 10 ബൈ 20 ഇൻറ്റു 100. എത്ര കൂടി? 50%. ഇനി നമ്മൾ ടോട്ടൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് കൂട്ടുക. 50 66. എത്ര കൂടി? 16 കൂടി. പെർസെൻറ്റേജ് 16 ഡിവൈഡഡ് ബൈ 50 ഇൻറ്റു 100. 32% കൂടി. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് സെയിൽസ് ഗ്രോസ് പ്രോഫിറ്റിൽ നിന്ന് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് കുറയ്ക്കുമ്പം കിട്ടുന്നതാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. അത് പഠിക്കണേ. സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈസ് ഈക്വൽ ടു ഗ്രോസ് പ്രോഫിറ്റ്. ഗ്രോസ് പ്രോഫിറ്റ് മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് അപ്പോഴാണ് നമുക്ക് കിട്ടുന്ന ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 60 54. എത്ര കുറഞ്ഞു? 6 കുറഞ്ഞു. പെർസെൻറ്റേജ് 6 ബൈ 60 ഇൻറ്റു 100 10%. വിനോ. ഇനി നമ്മളിവിടെ ഞാൻ ഇൻ്റർപ്രിട്ടേഷൻ ആഡ് ചെയ്തിട്ടില്ല. ഇൻ്റർപ്രിട്ടേഷൻ നമുക്ക് ഇൻ്റർപ്രിറ്റ് ചെയ്യാം. ഇൻ്റർപ്രിട്ടേഷൻ നമ്മൾ അനലൈസ് ചെയ്ത ഡാറ്റയ്ക്ക് മീനിങ് കൊടുക്കുന്നു. ഇവിടെ നോക്കുക. സെയിൽസ് 70% ഇൻക്രീസ് ഉണ്ടായിരുന്നു. 70 അല്ല, 70 rupees കൂടി, 70 lakh കൂടി. എന്താ 20% ഇൻക്രീസ് ഉണ്ടായിരുന്നു. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 25% ഇൻക്രീസ്. അതുകൊണ്ട് നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് നോക്കിക്കേ. ഗ്രോസ് പ്രോഫിറ്റ് ഇൻക്രീസ് 9.1% ഉള്ളൂ. 20% സെയിൽസ് കൂടിയിട്ടും ഗ്രോസ് പ്രോഫിറ്റ് വെറും 9.1% കൂടാനുള്ള കാരണം, അത്രയേ കൂടിയുള്ളൂ. കാരണം എന്തുകൊണ്ടാണ്? കോസ്റ്റ് സെയിൽസിനേക്കാളും കൂടി. ഉണ്ടോ? സെയിൽസ് 20% കൂടിയപ്പോൾ കോസ്റ്റ് 25% കൂടി. അതുകൊണ്ട് നമ്മുടെ പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ്, ഗ്രോസ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഇൻക്രീസ് സെയിൽസിനേക്കാളും കുറഞ്ഞു പോയി. ഇങ്ങനെയാണ് ഇൻ്റർപ്രിറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് പറയുന്നു വാട്ട് ഈസ് നോട്ട് അണ്ടർ കൺട്രോൾ? കോസ്റ്റ് ഈസ് നോട്ട് അണ്ടർ കൺട്രോൾ. ദി പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ കോസ്റ്റ് ഈസ് ഹയർ ദാൻ ദ പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ സെയിൽസ്. ക്ലിയർ? ഇനി നമ്മൾ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് നോക്കുകയാണ്. ഏതൊക്കെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്? കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു. അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ്, ഓഫീസ് എക്സ്പെൻസ്, സെല്ലിംഗ് എക്സ്പെൻസ്, ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ്. ഇവിടെ ഓഫീസ് എക്സ്പെൻസ് 30 36 6%. 6 എന്ന് പറഞ്ഞാൽ 20% ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഓഫീസ് എക്സ്പെൻസും കൂടി. സെല്ലിംഗ് എക്സ്പെൻസ് എത്ര കൂടി? 50% കൂടി. ഉണ്ടോ? അത് കഴിഞ്ഞ് ടോട്ടൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എത്ര കൂടി? 32% കൂടി. അതുകൊണ്ട് നമ്മുടെ അവസ്ഥ നോക്കിക്കേ. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കുറഞ്ഞു. ഈ കമ്പനിയുടെ മെയിൻ എക്സ്പെൻസസ്, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് വെരി ഹൈ. 32% ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് കൂടി. അതുകൊണ്ട് നമ്മുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 10% കണ്ട് കുറഞ്ഞു. അതുകൊണ്ട് പറയുന്നു ഓപ്പറേറ്റിംഗ് expenses are to be brought under control. Selling expense and other operating expenses are to be controlled
അതുകൊണ്ടാണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 60-ൽ നിന്ന് 54 എന്ന് പറഞ്ഞാൽ 10% കുറയാൻ കാരണം നമ്മുടെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് വളരെ ഹൈക്ക് ചെയ്ത് ഇൻക്രീസ് ചെയ്തുകൊണ്ട് പോയി. അതുകൊണ്ട് മാനേജ്മെൻറ്റ് അർജൻറ്റ് ശ്രദ്ധ എവിടെ കൊടുക്കണം? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് കുറയ്ക്കണം. എങ്കിൽ മാത്രമേ എന്ത് കൂട്ടാൻ പറ്റത്തുള്ളൂ? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കൂട്ടാൻ പറ്റത്തുള്ളൂ. ഉണ്ടോ? ഇതിങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്ത് ഇങ്ങനെ കൊടുത്തിക്കുമ്പോൾ ഇത് ഡാറ്റ അനലൈസ് ചെയ്ത് കണ്ടോ, കോടികളുടെ എമൗണ്ടാണ്, ലാക്കുകളുടെ എമൗണ്ടാണ് നമ്മൾ ചെറിയൊരു എമൗണ്ടിലേക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ അനലൈസ് ചെയ്ത് കൊടുക്കുമ്പോൾ സാധാരണക്കാരന് മനസ്സിലാകും എന്തുകൊണ്ടാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കുറയാൻ കാരണം, അല്ലെങ്കിൽ 60 എന്നുള്ളത് 54 കുറഞ്ഞ ഏത് കാരണമാണ്? ഒന്ന്, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് വളരെയധികം കൂടിപ്പോയി. അതുകൊണ്ട് സെല്ലിംഗ് എക്സ്പെൻസസും ഓഫീസ് എക്സ്പെൻസസും ഒക്കെ കൺട്രോൾ ചെയ്തേ പറ്റൂ. 2, നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റും വളരെ 9.1% കൂടിയിട്ടുള്ളൂ. സെയിൽസിനെ അപേക്ഷിച്ച് സെയിൽസ് 20% കൂടിയപ്പോൾ മറ്റത് വെറും 9.1% കൂടി. എന്തുകൊണ്ടാണ്? അവിടെ കോസ്റ്റ് വളരെ ഹൈക്ക് ചെയ്ത് പോയി. അതുകൊണ്ട് പറഞ്ഞു കോസ്റ്റ് ഈസ് ടു ബി കൺട്രോൾഡ്. ഇതിനാണ് ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. സോ നമ്മൾ കണ്ടു 2 സ്റ്റേറ്റ്മെൻറ്റ്, കമ്പാരറ്റീവ് ബാലൻസ് ഷീറ്റ്, കമ്പാരറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്.